അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലങ്കോടുള്ള സീതരകുണ്ടിലാണ്. സീതരകുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിജയിക്കും ഭയങ്കര വെള്ളച്ചാട്ടമുള്ള ഒരു സംഭവമാണെന്ന്. ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. ഇവിടെ കാണുന്ന ഈ തുച്ഛമായ ജലം മാത്രം ഇവിടെ അവശേഷിക്കുന്നു. അപ്പുറത്ത് ചെറിയ ജലധാരകൾ തുറ്റിട്ട് വീഴുന്നതിന്റെ ശബ്ദങ്ങൾ നമ്മൾക്ക് കേൾക്കാമെങ്കിലും ജലധാരകളില്ല. അതെ, സീതരകുണ്ട് എന്ന് പറഞ്ഞ് വളരെ പ്രതീക്ഷകളോട് കൂടി ഓഫ് റോഡ് ഡ്രൈവിംഗ് വരെ ചെയ്താണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ ഓഫ് റോഡ് പോയിട്ട് ഒരു തുള്ളി ജലപാനം പോലുമില്ല. ഫോട്ടോ എടുക്കാൻ എന്നെ ഒരു സുഹൃത്ത് അപ്പുറത്ത് മലയുടെ മുകളിൽ കയറി നിൽക്കുകയാണ്. അവന്റെ ഫോട്ടോ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഫോട്ടോ എടുക്കാമായിരുന്നു, പക്ഷെ ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്ന തിരക്കിലായതിന്റെ പേരിൽ അവരെങ്ങനെ ഫോട്ടോ എടുക്കും? അപ്പോൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ ചാനലിലേക്ക് ഉച്ചത്തിലേക്ക് എത്തിക്കൂ. അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങളിലേക്ക് പകർത്തി എത്തിക്കാൻ കഴിഞ്ഞ് അതിൽ സന്തോഷമുണ്ട്, ചാരിതാർത്ഥമുണ്ട്. ഈ കാണുന്നതാണ്, എന്റെ പുറകിൽ കാണുന്നതാണ് സീതരകുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ ചാടുന്ന വെള്ളമല്ല. അവിടെ ഒരിക്കൽ നിശ്ചലമായി നിൽക്കുന്നതിനെയാണ് വെള്ളച്ചാട്ടം എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വെള്ളച്ചാട്ടമുണ്ടെന്ന് പ്രതീക്ഷിച്ച് ഈ മല കയറുകയാണെങ്കിൽ നിങ്ങളുടെ കൊഴുപ്പ്, കൊളസ്ട്രോൾ, വണ്ണം, അമിതമായ ഭാരം എല്ലാം കുറയുന്നതായിരിക്കും. അത് അതിമനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ ചെയ്യുവിൻ, നിങ്ങൾ ആനന്ദിക്കുവിൻ, വരുവിൻ. ഇതാ സീതരകുണ്ട് വെള്ളച്ചാട്ടം. കഷ്ടപ്പാട് കൊണ്ടും ദുഃഖം കൊണ്ടും സങ്കടം കൊണ്ടും പറയുന്നതാണ് മക്കളെ, വരാതിരിക്കുവിൻ. വന്നാൽ നഷ്ടബോധം കൊണ്ട് കരയേണ്ടി വരും. ഇതാ നിങ്ങൾ പുറകിൽ കാണൂ, സീതരകുണ്ടിലെ അതിമനോഹരമായ വെള്ളച്ചാട്ടം. ഒരു കൈക്കുമ്പിളിൽ എടുത്താൽ വറ്റാവുന്നതേ ഉള്ളൂ ഇവിടുത്തെ ജലം. ഈ ജലം കാണുന്നതിന് കാട്ടും മലയും താണ്ടി വന്ന എന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഓർത്ത് നോക്കുവിൻ. ഒട്ടിക്കരയണമെന്നുണ്ട്, പക്ഷെ മറ്റുള്ളവർ കാണുമെന്നുള്ള വിഷമം കൊണ്ട് ഞാൻ കരയാതെ നിർത്തുകയാണ് മാലോകരെ. ഇത്രയും കഷ്ടപ്പെട്ട് വന്ന എനിക്ക് ഒരു ലൈക്ക്, ഒരു സബ്സ്ക്രൈബ് നിങ്ങൾ തന്ന് സഹകരിക്കുമെന്നുള്ള വീണില്ല സത്യമായിട്ട് വീണ. ഇതാരണ്ട ഈ വള്ളിയൊക്കെ കണ്ടുപിടിച്ച്? അപ്പാ അതെ, എന്റെ സുഹൃത്ത് പറയുന്നു ഇവിടെ നല്ല ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമുണ്ടെന്നാണ്. അയ്യോ